പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ വഴികാട്ടി വർക്ക്ഷീറ്റിലെ പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യണം എന്നതിന് സഹായകമാകുന്ന ചില ക്ലാസ്സുകളാണ് നമ്മൾ മുമ്പൊക്കെ പരിചയപ്പെട്ടത്. ഒന്നാമത്തെ യൂണിറ്റ് പലേം ബടേം എന്നതിലെ ആങ്ക് കെ താരോ എന്ന പാഠഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതിലെ ഒരു പ്രവർത്തനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി ഇന്നത്തെ പ്രവർത്തനം നോക്കാം. ഇവിടെ ഒരു പദ്യം നൽകിയിട്ടുണ്ട്. ഞാനൊരു പ്രാവശ്യം അത് വായിക്കാം. മേരാ മുന്ന പ്യാരാ പ്യാരാ, മേരാ മുന്ന പ്യാരാ പ്യാരാ, അമ്മി കാഹെ രാജ് ദുലാര. രാജു ദുലാര എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അബ്ബൂ കി ആങ്കോं का താര, അബ്ബൂ കി ആങ്കോं का താര, മേരാ മുന്ന പ്യാരാ പ്യാരാ, ഹർദം മുസ്കുരാത്താ ഹേ, ഹർദം മുസ്കുരാത്താ ഹേ. മുസ്കുരാത്താ ഹേ എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുന്നു, എല്ലായ്പ്പോഴും പുഞ്ചിരിക്കുന്നു. ഹസ്താ ഖേൽത്താ രഹത്താ ഹേ, ചിരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഹസ്താ, ഹൻസ്ത എന്നാണ് എഴുതുക, പറയൽ ഹസ്ത എന്നാണ് കേട്ടോ. ഹസ്താ ഖേൽത്താ രഹത്താ ഹേ, സബ്കെ ദിലോं को ലഭാത്താ ഹേ, മേരാ മുന്ന പ്യാരാ മുന്ന. ഇനി കൂടുതലൊന്നും പറയേണ്ട, ഇതൊരു കുട്ടിയെക്കുറിച്ചും മുന്നയെക്കുറിച്ചുള്ള ഒരു ചെറിയ കുട്ടിക്കവിതയാണ്. ഈ കവിത ഉപയോഗിച്ചിട്ട് നമുക്ക് മുന്നയെക്കുറിച്ച് എഴുതാണ് വേണ്ടത്. മേരാ മുന്ന പ്യാരാ പ്യാരാ, ആ വരി നോക്കൂ എഴുതിയത്. മുന്ന സബ്കോ പ്യാരാ ഹെ, മുന്ന സബ്കോ പ്യാരാ ഹെ. ഇനി ഇതുപോലെ ബാക്കിയുള്ള വരികൾ ഉപയോഗിച്ചൊരു 4 സെൻറ്റൻസ് നമുക്ക് എഴുതണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാവുന്ന ചില സെൻറ്റൻസുകൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇവിടെ അമ്മി കാഹെ രാജ് ദുലാര എന്നതാണ്. അമ്മി കാഹെ രാജ് ദുലാര. ഇതിൽ ഹേ എന്നുള്ളത് എന്തായാലും ഒരു വരിൻ്റെ അവസാനേ വരുള്ളൂ. ഹേ എന്നത് ഏറ്റവും ലാസ്റ്റിലേ വരുള്ളൂ, ആദ്യം വരില്ല, നടുവിലൊന്നും വരില്ല. പക്ഷേ ഇവിടെ പദ്യം ആയതുകൊണ്ടാണ് നടുവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സെൻറ്റൻസിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഹേ എന്നുള്ളത് അവസാനമായിരിക്കും. അപ്പോൾ അമ്മി കാ രാജ് ദുലാര ഹേ, ആര്? മുന്ന എന്നുള്ളത് ആദ്യം എഴുതാം. നമ്മൾ മുന്നയെക്കുറിച്ചാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മുന്ന എന്നത് എഴുതി കൊടുക്കാം. മുന്ന, മുന്ന എന്ന് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹേ എന്നുള്ളത് അവസാനം വരുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എഴുതാം. അമ്മി കാ രാജ് ദുലാര ഹേ, അമ്മി കാ, അമ്മി കാ രാജ് ദുലാര ഹേ. അപ്പം എന്തായി ഈ സെൻറ്റൻസ്? എന്തായി? മുന്ന അമ്മി കാ രാജ് ദുലാര ഹേ എന്ന ഒരു സെൻറ്റൻസ് നമുക്ക് കിട്ടി. ഇനി അടുത്ത വരിയും നമ്മൾ ആരെക്കുറിച്ചാണ് എഴുതുന്നത്? മുന്നയെക്കുറിച്ചാണ് എഴുതുന്നത്. മുന്ന അമ്മിയുടെ രാജു ദുലാരയാണ്, അബ്ബുവിൻ്റെ കണ്ണിലുണ്ണിയാണ്, അബ്ബുവിൻ്റെ കണ്ണിലുണ്ണിയാണ്. അപ്പോൾ മുന്ന എന്നത് ആദ്യം എഴുതി, പിന്നെ അടുത്ത വരി അബ്ബൂ കി ആങ്കോं का താര എന്നത് അതുപോലെ എഴുതി, അവസാനം ഹേ ഇട്ടാൽ ശരിയായി. മുന്ന അമ്മി കാ രാജു ദുലാരയാണ്, അമ്മിയുടെ വളരെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട കുട്ടിയാണ്. അതുപോലെ നമ്മൾ പറയുകയാണെങ്കിൽ അബ്ബുവിൻ്റെ കണ്ണിലുണ്ണിയാണ് എന്നതാണ് അടുത്ത വരി. അപ്പോൾ അവിടെയും നമ്മൾ ആദ്യം എഴുതുക മുന്ന എന്നുള്ളതാണ്. മുന്ന എന്ത് ചെയ്യാണ്? അബ്ബൂ കി, അബ്ബൂ കി, അബ്ബൂ കി എന്നാ ഇതിലുള്ള പോലെ എഴുതാം നമുക്ക് കേട്ടോ. അബ്ബൂ കി ആങ്കോं का तारा है, आँखों का, आँखों का तारा है. ഇപ്പോൾ 2 വരി നമുക്ക് കിട്ടി. ഇനി ഒരു 2 വരിയും കൂടി നമുക്ക് എഴുതണം അല്ലേ. ഇനി ഒരു 2 വരി കൂടി നമുക്ക് എഴുതണം. ഓക്കെ, അടുത്ത വരി എന്താ? മേരാ മുന്ന പ്യാരാ പ്യാരാ. ഈ വരിയും ഒന്ന് തന്നെയാണ് അല്ലേ. ഇനി അടുത്ത വരി ഹർദം മുസ്കുരാത്താ ഹേ.
അപ്പോൾ അവിടെയും നമുക്ക് മുന്ന എന്നത് ആദ്യം കൊടുത്തിട്ട് ഹർദം മുസ്കുരാത്ത ഹെ എന്ന് അതുപോലെ എഴുതിയാൽ മതി. മുന്ന ഹർദം മുസ്കുരാത്ത ഹെ എന്ന് അതുപോലെ എഴുതുക. അതുപോലെ ഹസ്ത ഖേൽത്ത രഹത്ത ഹെ ഇവിടെയും അങ്ങനെ തന്നെ മുന്ന ഹസ്ത ഖേൽത്ത റഹ്ത ഹെ. അപ്പോൾ 4 വരി കിട്ടിയില്ലേ. മുന്ന അമ്മീക്ക രാജ് ദുലാര ഹെ, മുന്ന അബു की आंखों का तारा है, മുന്ന ഹർദം മുസ്കുരാത്ത ഹെ, മുന്ന ഹസ്ത ഖേൽത്ത രഹത്ത ഹെ. 4 വരി എന്ത് ചെയ്യാം, നമുക്കിവിടെ എഴുതാം. റെഡിയല്ലേ? എല്ലാവരും നല്ലപോലെ എഴുതാം. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ഹായ്, എന്താ അത്? മനോഹരമായ ഘറിൻ്റെ ഒരു തസ്വീറാണ്. ഘറിൻ്റെ തസ്വീറാണ്, വീടിൻ്റെ ചിത്രമാണ് അല്ലേ? ഈ വീടിൻ്റെ ചിത്രത്തിന് നിറം കൊടുത്താലോ? നിറം കൊടുക്കല്ലേ? ഓക്കെ, നമ്മൾ ഈ വീടിൻ്റെ ചിത്രത്തിന് നിറം കൊടുക്കാം. നമ്മൾ എന്താണ് ഇവിടെ ചെയ്യാനുള്ളത്? വീടിനെ കുറിച്ച് സെൻറ്റൻസ് എഴുതണം. യേ മേരാ ഘർ ഹേ. ഇനി നമുക്ക് 4-5 സെൻറ്റൻസ് എഴുതണം കേട്ടോ. അപ്പോൾ നമ്മൾ യേ മേരാ ഘർ ഹേ. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? മേരാ ഘർ ഹേ എന്നെഴുതി. യേ മേരാ പ്യാര ഘർ ഹേ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പ്യാരാന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചത് വെച്ച് നമുക്ക് ഒരുപാട് സെൻറ്റൻസ് എഴുതാൻ പറ്റും. യേ മേരാ അച്ഛാ ഘർ ഹേ. യേ മേരാ അച്ഛാ ഘർ ഹേ. യേ ഖൂബ്സൂരത്ത് അല്ലേ? ഖൂബ്സൂരത്ത് നിങ്ങൾ പഠിച്ചില്ലേ? ഖൂബ്സൂരത്ത് എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ? ഖൂബ്സൂരത്ത് ഘർ ഹെ. ഇത് മനോഹരമായ വീട് ആണ് അല്ലേ? മേരെ ഘർ മേ അബ്ബാ ഹെ. അബ്ബാ ഹെ, എൻ്റെ വീട്ടിൽ അബ്ബയുണ്ട്. ഇനി അമ്മി ഹെ എന്നെഴുതാം, ബായി ഹെ എന്നെഴുതാം, ബഹൻ ഹെ എന്നെഴുതാം അല്ലേ? അപ്പോൾ നമ്മൾ എഴുതിയതൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ. യേ മേരാ ഘർ ഹേ, യേ മേരാ പ്യാരാ ഘർ ഹേ, യേ മേരാ അച്ഛാ ഘർ ഹേ. ഇനി പ്യാര എന്നുള്ളതിന് പകരം ന്യാര എന്നൊക്കെ എഴുതാം അല്ലേ? യേ ഖൂബ്സൂരത്ത് ഘർ ഹേ, മേരെ ഘർ മേ അബ്ബാ ഹേ, മേരെ ഘർ മേ അമ്മി ഹേ, മേരെ ഘർ മേ ബായി ഹേ, മേരെ ഘർ മേ ബഹൻ ഹേ. അങ്ങനെയൊക്കെ എഴുതാം അല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? देखिए അടുത്ത പ്രവർത്തനം. തസ്വീരി കഹാനി ഗൗർ സെ പഠിയേ, സവാലോं का ജവാബ് ലിഖിയേ. ഇവിടെ ഒരു കഥ ഉണ്ട്. ഈ കഥ ഒന്ന് ഇങ്ങനെ നോക്കൂ. ജംഗലിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു. വോ ജംഗൽ കാ രാജാ താ, കാട്ടിലെ രാജാവായിരുന്നു. ഏക് ദിൻ വോ പേട് കെ നീച്ചെ സോ രഹാ താ, ഒരു ദിവസം ഒരു പേടിൻ്റെ താഴെ അങ്ങനെ കിടന്നുറങ്ങായിരുന്നു. പേട് പർ ഏക് ചൂഹ ബി രഹത്താ താ, പേടിന് മുകളിൽ ഒരു ചൂഹ ഉണ്ടായിരുന്നു. ചൂഹ പറഞ്ഞാൽ എന്താ? എലി ഉണ്ടായിരുന്നു. വോ ഇധർ ഉധർ ദൗഡ് രഹാ താ, ആ എലി എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കായിരുന്നു. അച്ചാനക് വോ ഷേർ കെ ഊപ്പർ ഗിർപട, ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മരത്തിൻ്റെ മുകളിൽ നിന്ന് ആ എലി വന്നിട്ട് സിംഹത്തിൻ്റെ മേലോട്ടാണ് വീണത്.
ഷേർ നീന്ത് സെ ജാഗ് ഉടാ. ഷേർ എന്ത് ചെയ്തു? ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റു. ഓർ ഗർജ് കർ ചൂഹേക്കോ പക്കഡ് ലിയ. ഗർജിച്ചിട്ട് ആ ചൂഹയെ ഇങ്ങനെ പിടിച്ചു. ചൂഹേനെ ഷേർ സെ മാഫി മാങ്ങി. ഷേറിനോട് ചൂഹ മാപ്പ് ചോദിച്ചു. മുജെ ചോട് ദീജിയെ ഹുസൂർ. പ്ലീസ് തിരുമേനി, നിങ്ങൾ എന്നെ വെറുതെ വിടണം. ചൂഹെ കി ബാത്ത് സുൻകർ ഷേറിനെ ഉസ്കോ ചോട് ദിയ. ആ പാവല്ലേ, ചൂഹ പറഞ്ഞപ്പോൾ ആ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഷേർ എന്ത് ചെയ്തു? അവനെ വെറുതെ വിട്ടു, എലിയെ വെറുതെ വിട്ട്. ചന്ദ് ദിനോക്കെ ബാദ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഏക്ക് ശിക്കാരി കെ ജാൽമേ ഫസ് ഗയ. ആരെ? ഷേർ ഒരു വേട്ടക്കാരൻ്റെ വലയിൽ കുടുങ്ങി. ഓ ഗർജിനെ രക. അവൻ ഗർജിക്കാൻ തുടങ്ങി. എന്തിനാ ഗർജിക്കണത്? ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഷേർ കി ആവാസ് സുൻകർ. ഷേറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ചൂഹ കഹീസെ ദൗഡ്കറായ. ചൂഹ എവിടെ നിന്നൊക്കെയോ ഷേറിൻ്റെ ശബ്ദം കേട്ടിട്ട് ഓടി വന്നിട്ട് എന്ത് ചെയ്തു? ജാൽ കാട്ടുകർ ഷേൽക്കോ ബച്ചായ. തൻ്റെ പല്ല് കൊണ്ട് എന്ത് ചെയ്തു? ആ വല കടിച്ച് മുറിച്ച് ഷേറിനെ രക്ഷപ്പെടുത്തി. ഇതാണ് എന്ത്? ഇതാണ് കഥ. ഇനി എന്താ? ഷേർ കഹാത്ത എന്നതാണ് ചോദ്യം. ഷേർ കഹാത്ത. ഷേർ എവിടെയായിരുന്നു? ഷേർ ഇവിടെ. ഇതാണ് പേട് കെ നീച്ചെ അല്ലേ? അല്ല, ഷേർ എവിടെയായിരുന്നു? ജംഗലിലായിരുന്നു. ജംഗൽ മേ ഏക്ക് ഷേർ താ. ഷേർ ജംഗൽ മേ താ അല്ലേ? അപ്പോൾ ഒന്നാമത്തേൻ്റെ ഉത്തരം നോക്കിക്കോളൂ. ഷേർ എന്താ വായിക്കുക? ഷേർ. ഷേർ ജംഗൽ മേ താ. ജംഗൽ മേ താ. ഒന്നാമത്തേൻ്റെ ഉത്തരം കിട്ടിയില്ലേ? ഷേർ ജംഗൽ മേ ഥ എന്നതാണ് ഒന്നാമത്തേൻ്റെ ഉത്തരം. ഷേർ എവിടെയായിരുന്നു? ഷേർ കാട്ടിലായിരുന്നു. ഷേർ പേട് കെ നീച്ചെ ക്യാ കർ രഹാ താ. ഉത്തരം എവിടെ ഉണ്ട്? ഷേർ പേട് കെ നീച്ചെ സോ രഹാ താ. ഉറങ്ങുകയായിരുന്നു. അപ്പം നമ്മൾ ഷേർ എന്ന് തന്നെ എഴുതാം. അടുത്തത് പേട് കെ നീച്ചെ. അതും അതുപോലെ എഴുതാം. പേട് കെ नीचे. पेड़ के नीचे सो रहा था. ഉറങ്ങായിരുന്നു. സോ രഹാ താ ഉറങ്ങായിരുന്നു. ഷേർ പേട് കെ നീച്ചെ സോ രഹാ താ. ഇവിടെയാണ് ഉത്തരം അല്ലേ? ക്യാ കർ രഹാ താ എന്നൊക്കെയാണ് ചോദ്യം. അപ്പോൾ അവിടെ ഉത്തരം എന്താണ്? സോ രഹാ താ എന്നതാണ്. അപ്പോൾ ഷേർ പേട് കെ നീച്ചെ ക്യാ കർ രഹാ താ. അവിടെ സോ രഹാ താ എന്നതാണ് ഉത്തരം. അടുത്ത് നോക്കൂ. പേട് പർ കോൻ താ. പേടിൻ്റെ മുകളിൽ ആരുണ്ടായിരുന്നത്? ചൂഹയായിരുന്നു അല്ലേ? ചൂഹയായിരുന്നു. പേട് പർ കോൻ താ. അപ്പോൾ കോൻ എന്നതാണ് ചോദ്യം. അപ്പോൾ കോൻ എന്നത് ഉത്തരത്തിലുണ്ടാവില്ല. പേട് പർ चूहा था. पेड़ पर कौन था? चूहा था. ഇവിടെ ചൂഹ എന്നതാണ് ഉത്തരം. പേട് പർ ചൂഹ താ. പേട് പർ ആരായിരുന്നു? പേട് പർ ഉണ്ടായിരുന്നത് ചൂഹയാണ് അല്ലേ? ചൂഹയായിരുന്നു. അപ്പോൾ പേട് പർ ചൂഹ താ എന്നതാണ് ഇവിടെ ഉത്തരം. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ജംഗൽ കാ രാജ കോൻ താ. ഇവിടെയും കോൻ എന്നതാണ്. ജംഗലിലെ രാജാവ് കോൻ താ. ആരായിരുന്നു? ജംഗൽ കാ രാജ ആരായിരുന്നു? ഷേർ താ അല്ലേ? ജംഗലിലെ രാജാവ് ആരാണ്? ഷേറായിരുന്നു. ജംഗലിലെ രാജാവ് ഷേറായിരുന്നു, കാട്ടിലെ രാജാവ്. അപ്പോൾ ഷേർ എന്നതാണ് ഇവിടെ ഉത്തരം. ഷേർ എന്നതാണ് ഉത്തരം. ബാക്കിലെന്താ? ജംഗലിലെ രാജാവ് ആരായിരുന്നു? ഇതൊക്കെ ചോദ്യത്തിലുണ്ട്.
ജംഗൽ കാ രാജ കോൻ താ എന്നായിരുന്നു ചോദ്യം. അപ്പോൾ കോൻ എന്നുള്ള ചോദ്യത്തിന് ഉപയോഗിച്ച പദമാണ്. അവിടെ നമ്മൾ ഉത്തരം എഴുതി. അപ്പോൾ ഉത്തരങ്ങൾ ഏതൊക്കെയാ? ഷേർ ജംഗൽ മേ താ, ഷേർ കാട്ടിലായിരുന്നു. ഷേർ പേട് കെ നീച്ചെ സോ രഹാ താ, മരത്തിൻ്റെ താഴെ ഉറങ്ങായിരുന്നു. പേട് പർ ചൂഹാ താ, മരത്തിന് മുകളിൽ ആരുണ്ടായിരുന്നു? എലി ഉണ്ടായിരുന്നു. ജംഗൽ കാ രാജ ഷേർ താ, കാട്ടിലെ രാജാവ് ഷേറായിരുന്നു. ഇനി ബാക്കി പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, ശുക്രിയ. ഖുദാ ഹഫീസ്.